സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടിൽ ഒരു ആത്മാർത്ഥതയും ഇല്ല എന്ന ബോധ്യമാണ് ഞങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ പൊതുജന സാമാന്യത്തിനുള്ളത്. കാരണം സിനിമാ മേഖലയിൽ നടിയെ ആക്രമിച്ച സംഭവം ഇന്ത്യ രാജ്യത്ത് ഒരിടത്തും ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ഉണ്ടായി. പട്ടാപ്പകൽ എന്ന പോലെയുള്ള എറണാകുളം എം ജി റോഡിൽ അത്തരം ഒരു അങ്ങേയറ്റം ക്രൂരമായ പീഡനം നടന്നു. അതിനെ തുടർന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നമ്മൾ അതിനെതിരെ പ്രതികരിച്ചു. ശക്തമായ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പ്രതികളെ പിടിക്കുന്ന നിലയിലേക്ക് പോലീസ് എത്തിയത്. അത് പൾസർ സുനി എന്ന് പറയുന്ന പ്രതിയെ പിടിച്ചു കഴിഞ്ഞുകൊണ്ടേ സുനിയിൽ അവസാനിപ്പിക്കുന്നതാണ് ഈ കേസെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അതിനുമെതിരെ പ്രക്ഷോഭം നടത്തി. ഏറ്റവും ഒടുവിൽ WCC അടക്കമുള്ള സംഘടനകൾ, പ്രതിപക്ഷം, മാധ്യമങ്ങൾ എല്ലാവരുടെയും സമ്മർദ്ദത്തിനൊടുവിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ആ റിപ്പോർട്ടിന്മേൽ ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, ആരോപണങ്ങൾ, ഒരുപാട് പെൺകുഞ്ഞുങ്ങളുടെ കണ്ണുനീർ അതിലടങ്ങിയിട്ടുണ്ടായിട്ട് പോലും അതിനെതിരെ നടപടിയെടുക്കാൻ നിയമപരമായ ബാധ്യതയുള്ള സർക്കാർ അത് ചെയ്തില്ല. അതിനുശേഷം ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ MLA-ക്കെതിരെ ഏത് ആരോപണം വന്നാലും അതിന്റെ ഒരറ്റത്ത് MLA കാണുമെന്ന നിലയിലാണ് പോകുന്നത് എന്നാണ് പൊതുവെ നാട്ടിലെല്ലാവരും ഇപ്പൊ പറയുന്നത്. അത് നിലനിൽക്കെ തന്നെയാണ് ഈ എല്ലാവിധ പ്രശ്നങ്ങൾക്ക് ശേഷം ചലച്ചിത്ര നയരൂപീകരണ സമിതി കോൺക്ലേവ് നടത്താൻ വേട്ടക്കാരെയും എല്ലാവരെയൊക്കെ വെച്ച് അവരെയൊക്കെ മുഖാവരണമൊക്കെ ഇടിയിച്ച് കോൺക്ലേവ് നടത്താൻ കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതിലൊരു അംഗമായി കൂടി ഈ MLA വെച്ചേക്കുക. അതിൽ അദ്ദേഹത്തിന് അംഗമാക്കിയതിനെതിരെ ശക്തമായ പ്രതിഷേധ സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ട് ഈ നിമിഷം വരെ അദ്ദേഹത്തെ പുറത്താക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. സർക്കാർ എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതോടൊപ്പം താങ്കൾ സൂചിപ്പിച്ചു, കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥരടക്കമുള്ള വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ വെച്ചുകൊണ്ട് ഒരു ടീം രൂപീകരിച്ചു. അത് തൃപ്തരാണോ? അതെങ്ങനെ തൃപ്തി വരും? ഒന്നാമതായി കഴിവ് തെളിയിച്ച വനിതകൾ അടക്കമുള്ളവരുണ്ട്. അപ്പൊ അവരുടെ മേൽനോട്ടത്തിന് പിന്നെയും അതിപ്പം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ പുരുഷനെന്നോ സ്ത്രീയെന്നോ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. എങ്കിൽ പോലും അതൊരു സന്ദേഹം ഉയർത്തുന്ന ചോദ്യമാണ്. രണ്ടാമത് അതിൽ അംഗമായിട്ടുള്ള മെറിൻ ജോസഫ്, ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത്. ആ മെറിൻ ജോസഫ് കൊല്ലം കമ്മീഷണറായിരുന്നു. അവർ കമ്മീഷണറായിരുന്നപ്പോഴാണ് കിളികല്ലൂരിൽ പട്ടാളക്കാരന്റെ സഹോദരനെയും അതിക്രൂരമായി ആക്രമിച്ച് പോലീസ് സ്റ്റേഷനിലെ CCTV-യിലൂടെ പുറത്താ ദൃശ്യങ്ങൾ നാം കേരളീയർ, ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ടതാണ്. നമ്മുടെയൊക്കെ കണ്ണുകൊണ്ട് കണ്ട കാര്യം അങ്ങനല്ല എന്ന് പറഞ്ഞ് സർക്കാർ പറഞ്ഞത് എഴുതി കൊടുത്ത് അതിലടിയിൽ ഒപ്പുവെച്ച ആളാണ് മെറിൻ ജോസഫ് IPS. അവര് നിഷ്പക്ഷമായി പെരുമാറുമെന്ന് ചിന്തിക്കാൻ എന്നെപ്പോലുള്ളവർക്ക് കഴിയുന്നില്ല. കൺമുന്നിൽ കണ്ട സത്യത്തെ പോലും സർക്കാരിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതി കൊടുത്ത സർക്കാർ വിലാസം സംഘടനയായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു IPS ഓഫീസർ. മറ്റുള്ളവരെ എല്ലാം കാര്യമൊന്നും എനിക്കറിയില്ല. ഇവരുടെ കാര്യം എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അനുജ ഓർക്കുന്നുണ്ടാവും. ആ കേസ് എല്ലാ മാധ്യമങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്.